വാകേരിക്കടുത്ത് സിസിയിലും കൊളകപ്പാറ ചൂരുമലയിലും ഒരു മാസമായി വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയ കടുവയാണ് കൂട്ടിലായത്. WYS09 എന്ന ആൺകടുവയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കടുവയെ താൽക്കാലികമായി കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിലവിൽ 6 കടുവകളുള്ളതിനാൽ ഇന്ന് പിടികൂടിയ കടുവയെ എങ്ങോട്ട് മാറ്റണം എന്ന കാര്യം വനംവകുപ്പ് ആലോചിച്ചു വരികയാണ്. ബിനാച്ചി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 500 ഏക്കറിലധികം വരുന്ന കാപ്പിത്തോട്ടം കൃത്യമായി പരിപാലിക്കാത്തതിനാൽ വന്യജീവികളുടെ താവളമായി മാറുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. കടുവ മാത്രമല്ല, അതൊരു പ്രശ്നമാണ്. മുട്ട കഴിക്കുന്നതും ചെന്നായനെ കണ്ടിട്ടുണ്ട്, കരടീനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ കാറ്റിക്കാള എന്നൊരു സാധനമുണ്ട്, അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. കടുവ കൂട്ടിലായെങ്കിലും ബത്തേരി ടൗണിനടുത്ത് കരടിയെ കണ്ടതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. ഇന്നലെ രാത്രി ബത്തേരി കോടതി വളപ്പിലാണ് കരടിയെ കണ്ടത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ കോളിയാടിയിൽ നിന്നും കരടിയുടെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. കഴിഞ്ഞ ദിവസം പനമരത്തുനിന്ന് കാട് കയറ്റിയ കരടി തന്നെയാണ് ഇതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സ്ഥിരമായി നാട്ടിലിറങ്ങുന്ന കരടിയെ പിടികൂടി അതിർത്തി മേഖലയിൽ തുറന്നുവിട്ടിട്ടുണ്ടോ എന്ന് വനം വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.